മറ്റേ നമ്മൾ പഴയ സാധനം തിരിച്ചു പിടിക്കാൻ ചെകുത്താനെ ഞാൻ പാറ്റേൺ എടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഈ വിളി. അതില് ബാറോസിലോട്ട് വരാം. ഭയങ്കര ഹോളിവുഡ് ടെക്നോളജി ഒക്കെയാണ് സിനിമയ്ക്ക് എന്നാ പറയുന്നത്. എന്തോ ഫ്രെയിം ബ്രേക്ക് എന്നോ ഐമാക്സിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്ത് തോന്നുന്നു ചേട്ടൻ്റെ അഭിപ്രായം എന്താ ബാറോസിനെ കുറിച്ച്? അതിന്റെ ഡയറക്ടർ മോഹൻലാൽ അല്ലേ? അതെ. എവിടെ കണ്ട എന്തെങ്കിലുമൊക്കെ കോപ്പി അടിക്കുന്നവർ ചെയ്യും, ചൊക്കത്തില്ല. മോഹൻലാൽ പലതും കോപ്പി അടിക്കുന്നുണ്ട്. ട്രെയിലർ ഒന്നും കണ്ടൊന്നുമില്ല. കണ്ടു അയ്യോ ട്രെയിലർ കണ്ട് ശരിയാ. കണ്ട് അതും കണ്ടു. അത് ചുമ്മാ ഇങ്ങനെ ഒരു സാധനം ചാടി മാറി നിൽക്കും പുറത്ത്. ഈ 3D ഇമേജ് ഇങ്ങനെ ചിലപ്പോൾ ഈ ഫ്രെയിമിന് വെളിയിൽ വന്ന് കാണുന്ന പോലത്തെ സീൻ അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ഒരു ഐമാക്സ് വേറെ പടമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 3D ഫിലിംസിന് മുമ്പ് ഒറ്റ തിയേറ്ററില്ലേ കേരളത്തില്? അവിടത്തേക്ക് ആൾ ഇറക്കാനാണ്. ഇനി വിദേശത്തുള്ള ഐമാക്സ് ആണെങ്കിൽ ഒരാൾ കയറത്തുമില്ല. ബാംഗ്ലൂർ പോലും ഐമാക്സിൽ ആൾക്കാർ കയറുന്നില്ല. അത്ര ഡിമാൻഡ് ചെയ്ത പടത്തിൽ ആൾക്കാർ കയറുന്നുള്ളൂ. അതുപോലത്തെ സിനിമ വന്നാലേ കയറിയിട്ട് കാര്യമുള്ളൂ. എടാ ഇതിനകത്തുള്ള രസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഉടനെ മോഹൻലാലിൻ്റെ ഒരു ആഗ്രഹം ഇത് ചെയ്യണം. അതുപോലെ മോഹൻലാൽ പാട്ട് പാടി, ക്രിക്കറ്റ് കളിച്ചു, ബ്ലോഗ് എഴുതി, കുക്കിംഗ് വീഡിയോ ഇട്ടു, ഡാൻസ് കളിച്ചു, അല്ല ജിമ്മിൽ പോയി. അതുപോലെ 3Dയിലും ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നി. ഡയറക്ഷനായിട്ട് ആദ്യമായിട്ടല്ലേ വരുന്നത്. അതുപോലെ അതിനകത്ത് കണ്ടു എനിക്ക് ഡയറക്ടർ ആവണം. മറ്റേ ഇത് പറഞ്ഞ പോലെ ബുക്ക് എഴുതിയിട്ട് എൻ്റെ പേര് പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ ചോദിച്ച പോലെ ഈ പറഞ്ഞ സാധനമൊക്കെ ചോദിച്ചെന്ന്. അപ്പം ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ അയാളുടെ ആഗ്രഹം അതൊക്കെയാണ്. അയാളുടനെ സ്വന്തം കാശ് മുടക്കി ഇതേപോലെ ഡയറക്ടർ ആവാൻ വേണ്ടി കൊതിച്ചിട്ട് ഒരാഗ്രഹം മുതിനി ഇതിനെങ്കിലും ചത്തുപോയാലോ എന്ന് വിചാരിച്ചാൽ അതുകൂടെ ചെയ്തിട്ട് ചാവാന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു മൂടാ അത്. അതിനുവേണ്ടി എടുക്കുന്നു. ഉടനെ അതിനകത്തോ ഇങ്ങനെയുണ്ട്. പുള്ളി കുറേ സിനിമയും കണ്ട് കാണും ഇതിനിടയിൽ. അല്ല ആരെങ്കിലും വന്ന് പറഞ്ഞു കൊടുത്താണ്. ഈ ചുറ്റും കുറേ എണ്ണം കാണുമല്ലോ. അപ്പോൾ സന്തോഷ് ശിവനൊക്കെയാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞാണ് ഇതുകൂടെ അങ്ങടാ. മറ്റേ 3Dക്കാരൻ വന്നിട്ട് പറഞ്ഞു കാണും ഒന്ന് സൂപ്പർ. എങ്ങനെയാണേലും ഈ പുള്ളിയോട് ഇതൊക്കെ പറയുമ്പോൾ പുള്ളി പറഞ്ഞു സൂപ്പർ, ഇത് കൊള്ളാം കേട്ടോ, ഇതൊരെണ്ണം എടുത്തോ. മന്നെ എന്നാ ഇതൊരെണ്ണം എടുത്തടാ, ഈ കടയിലൊക്കെ പോയി സാധനം മേടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന. അല്ലാതെ പുള്ളിയുടെ തലക്കകത്തുനിന്ന് ഇതൊന്നും വരത്തില്ലെന്നുള്ളത് അയാൾ ഇതുവരെയുള്ള പരിപാടികളെല്ലാം കണ്ടാൽ എല്ലാവർക്കും അറിയാം. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. ഐമാക്സിൽ പോയി കണ്ടിട്ട് വേണം ഇനി അതിനകത്തിരുന്ന്. ഐമാക്സിൽ ആദ്യമായിട്ടായിരിക്കും കൂല് കേൾക്കുന്നത് മിക്കവാറും. ഇസബെല്ല ഒരു പടം എടുത്തിട്ടേ അഭിനയിക്കുക, പാട്ടും കൂടെ പാടിയേക്കാം. എന്തോ ഒരു ആഗ്രഹമാണ് ഇത്. അതെ വേറൊരാൾക്ക് പൈസ കൊടുക്കും. ഇനി പ്രൊഡക്ഷൻ പൈസ ഇല്ലാണ്ടായപ്പോ ചെയ്തതാണോ? അല്ല തനിക്ക് ഈ സാധനം വേണം വെച്ചോ, രസമായിരിക്കും. ഇങ്ങോട്ടുണ്ടല്ലേ, ഇത് വേണേ വെച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഉണ്ട് ലാലേട്ടൻ. ഏതേടാ മോനെ എന്താ മോനെ വാ കസ്തേ ഒരു കഷ്ണം എടുക്കട്ടെ. അല്ല ഞാൻ അറിയുന്നത് ഈ എനിക്ക് മനസ്സിലാവുള്ള ഈ ലാലേട്ടൻ്റെ സത്യത്തിൽ ഈ ലാലേട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ എത്ര കാലം ഞാൻ അയാളുടെ അഭ്യാസം മുഴുവൻ കണ്ടിട്ടേ അങ്ങനെയാണെങ്കിൽ ആരട്ടനെ ഞാൻ തല്ലും. ആഹാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പറഞ്ഞ പോലെ വേറൊരു തരത്തിൽ ഇയാളൊരു പാവപ്പെട്ടവനാണ് കേട്ടോ, പാവം മോഹൻലാൽ. അതിനറിയില്ലല്ലോ എന്താ നടക്കണേന്ന് അറിയില്ലല്ലോ. എന്താ ഈ സമൂഹത്തിൽ എന്താ ഇവിടെ നടക്കണേ, ഈ കേരളത്തിൽ എന്താ സംഭവിക്കണമെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല പാവപ്പെട്ടവൻ. അപ്പോൾ അതിങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, അതനുസരിച്ച് ഇങ്ങനെ പോകുന്നൊരു പാവം ഒരു ഉണ്ണിക്കുട്ടൻ. അങ്ങനെ എനിക്ക് മോഹൻലാലിനെ കുറിച്ച് തോന്നിയിട്ടുള്ളൂ എപ്പോഴും. മൊട്ടയടിച്ചെന്ന് പറഞ്ഞാൽ താമരനാട്ടൊന്നും മൊട്ടയടിച്ച് അവിടെ ഒന്നും അവിടെ മൊട്ടയടിച്ചു എന്ന് തോന്നുന്നില്ല. അങ്ങനെ മൊട്ടയടിക്കേണ്ട കാര്യമൊന്നുമില്ല മോഹൻലാലിന്. ആ സാരം എടുത്ത് തലേന്ന് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ സാരം അത് വിട്. അത് കൊള്ളാം. മൊട്ടയടിച്ചൊന്നൊക്കെ കളിയാക്കുന്നോ? ആ വിഗ്ഗാൻ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്യൂട്ടാണ് ലാലേട്ടൻ, മനസ്സിലായോ?
സൂപ്പർ ക്യൂട്ട്. ബിഗില്ലാതെ അഭിനയിച്ച സിനിമ. ബിഗിലെ ബിഗില്ലാതെ ബിഗില്ലാതെ അഭിനയിച്ച സിനിമ ബരേഷ്. അല്ല, പുള്ളിയുടെ ആദ്യത്തെ ഒരു ടീസർ വന്നായിരുന്നു പണ്ട്. അതായത് ഈ പടം വരാൻ പോകുന്നു പറഞ്ഞ് പുള്ളി ആദ്യം ഡയലോഗ് അടിച്ച സമയത്ത് പുള്ളി ഒരു സാധനം ഇറക്കിയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ഇയാളിങ്ങനെ പറയാണ്, ഞാൻ ബരേഷ്, ബിഗമ്മ തമ്പുരാൻ്റെ താക്കോൽ ശശിപ്പുകാരൻ എന്നും പറഞ്ഞ ഇയാൾ താക്കോല് പിടിച്ചിങ്ങനെ നിൽക്കേണ്ട. അപ്പം തന്നെ ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞു ഓടി വന്നാൽ താക്കോല് തട്ടിപ്പറിച്ച് ഒരു ഓട്ടം. അപ്പം ഇയാൾ മണ്ടനെ പോലെ വായും വിളിച്ചേക്കണ് എന്ന് പറഞ്ഞു. മണ്ട ഇതെന്ത് മറ്റിടത്ത് സൂചിപ്പുകാരനാണ്, എക്സ്ക്ലൂസീവ്ലി ഇയാൾ താക്കോൽ സൂചിപ്പുകാരനാണ്. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇയാൾ വെറുതെ അവിടെ നിന്നപ്പോൾ താക്കോല് കൈ കൊടുത്തിട്ട് തനിക്ക് മനസ്സിലായി അവിടെ. എന്നാൽ ഇയാൾ ബെറോഷ് അവിടെ നിന്നപ്പോൾ എന്നാൽ ബെറോഷ് ഈ താക്കോല് പിടിച്ചൊന്നും പറഞ്ഞ് കൊടുത്തൊന്നുമല്ല. ബെറോഷിൻ്റെ പണി എന്ന് പറഞ്ഞാൽ താക്കോല് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചെന്താ, ബെറോഷിൻ്റെ കയ്യിൽ നിന്ന് താക്കോലും തട്ടിപ്പറിച്ചൊരു കുഞ്ഞു ഓടിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ആ സാധനം പതുക്കെ മുക്കി ആദ്യത്തെ ടീച്ചർ. അതിന് മുമ്പ് അതാണ് ഫസ്റ്റ് സാധനം. അയാൾ തന്നെ ആക്ഷൻ എന്നിട്ട് പുള്ളി അഭിനയിക്കുന്നു. അതിൽ പുള്ളി ഈ അഭിനയിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇവിടം വരെ വരും. ഏത് ഈ ഡയറക്ടറുടെ സീറ്റിൻ്റെ അവിടം വരെ അഭിനയിച്ച് വരും. അത് അങ്ങോട്ട് ചാടും ഡയറക്ടറുടെ സീറ്റിലോട്ട്, അവിടെ കട്ട് എന്ന് പറയും. അങ്ങനെ അഭിനയിച്ചൊരു മോഹൻലാൽ അഭിനയിച്ചോട് നടന്നു പോയി നിന്ന് അഭിനയിച്ചിട്ട് അല്ലല്ല, അത് കഴിഞ്ഞ് പുള്ളി അഭിനയിച്ച് തിരിച്ചു വന്ന് സീറ്റിൽ കയറി എന്നിട്ട് കട്ട് പറയും. അവിടെ അഭിനയിച്ചിങ്ങനെ അവരുടെ ഡയറക്ടർ സീറ്റിന്റെ തൊട്ടടുത്തില്ലേ. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ അഭിനയിച്ച്, ഇപ്പൊ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ ഇത് ലാലേട്ടൻ അഭിനയിച്ചു വരുന്നു. ലാലേട്ടൻ അഭിനയിച്ച് ഇങ്ങനെ വന്നത് ഇവിടം വരെയാണ് അഭിനയിക്കേണ്ട. ഇതിന്റെ അപ്പുറത്ത് മറ്റേ ഇതാണ് ഏത് ക്യാമറയും ഡയറക്ടറുടെ സീറ്റും ഒക്കെയാണ്. ഇവിടെ പറയുന്നത് അഭിനയിച്ച് അവിടെ തീർക്കാതെ വേണമെങ്കിൽ, പക്ഷെ പുള്ളി ഇവിടം വരെ അഭിനയിച്ച് വരും. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ചാടി ഇങ്ങനെ കിടക്കും ഇതിന്റെ അപ്പുറത്തോട്ട്. ഇവിടെ ആക്ഷൻ മറ്റേ ഇതില് സ്ക്രീനിൽ നോക്കിയിട്ട് ഗുഡ് വൺ അത് കൂടി പറയും. നല്ലൊരു ഷോട്ട്, നല്ല ഷോട്ടാണ്, വളരെ മനോഹരമായിരിക്കുന്നു. അതിന് ഇയാളപ്പുറത്ത് പോയിട്ടുള്ളൂ താങ്ക് യു സാർ എന്ന് പറയുമ്പോ വൺ മോർ പ്ലീസ്. അത് എന്നിട്ട് ആ ട്രെയിലർ പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്ത് ചെയ്യുന്നു, കിടപ്പുണ്ടാവും എവിടെയൊക്കെ ആണോ ആരെങ്കിലും കാണുന്നുണ്ട്. ഞാനെന്തായാലും അത് എഡിറ്റ് ചെയ്തൊരു പണി നടത്തിയിട്ടുണ്ട്. അതാ ഇത് കിടപ്പുണ്ട്. സാബുമോ കളിക്കണോ താൻ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച്? അല്ല, എനിക്ക് മറ്റേ അതിനകത്ത് ലാലേട്ടൻ വെച്ച കണ്ണാടി ഇഷ്ടപ്പെട്ടു. മറ്റേ ജോണായനെ മറ്റേ വള്ളിയുള്ള കണ്ണാടി ഉണ്ട്. പുള്ളി ഇങ്ങനെ തൂക്കും, ഇങ്ങനെ സ്ക്രീനിൽ നോക്കും, പുള്ളി ഇങ്ങനെ വെക്കും. നല്ല രസമാണ് അത്. ആസ് എ ഡയറക്ടർ അഭിനയിക്കുമ്പോൾ പുള്ളി മറ്റേ അതെ. അല്ല ശരിക്കും മോഹൻലാൽ ഇപ്പൊ ഒരു ഡയറക്ടറിന്റെ ഡയറക്ടറായിട്ട് അഭിനയിക്കുകയാണ്. അതിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ നമുക്ക് ആശീർവാദിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒറ്റ വീട്ടിലേ ഉള്ളൂ, വേറെ ഒരാളെ ഇതിനകത്ത് കയറ്റുന്നില്ല. പറയാൻ പറ്റില്ല വേറെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന ആര് കണ്ട്. പക്ഷെ മറ്റാൾ ഇറങ്ങിപ്പോയില്ലേ, ജിജോ അല്ല, നല്ല പേരെന്താണ്, ജിജോ തന്നെയല്ലേ, ജോജു മൈഡിയർ കുട്ടിച്ചാർത്തന്റെ ഡയറക്ടർ. പുള്ളിയാണല്ലോ ഇതിനെ ക്രിയേറ്റീവ് ആയിട്ട് പറ്റിയില്ല. ചിലപ്പോൾ അയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബാരോസിന് കുറച്ചും കൂടി നല്ലൊരു റെഫറൻസ് കിട്ടിയെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിപ്പോ എന്തായാലും കുളമായി കാണും. ലാലേട്ടനോട് പറഞ്ഞ ആരെങ്കിലും കോളാക്കി വെച്ചിട്ടുണ്ടാവും. ലാലേട്ടൻ എന്ത് ചെയ്താലും ലാലേട്ടനെ ഞാൻ കൂളിംഗ് ക്ലാസ് വെക്കട്ടോ. ലാലേട്ടനെ കുറിച്ച് പറയുന്നത് ഞാൻ കൂളിംഗ് ക്ലാസ് വെക്കാം. അതെ, കൂളിംഗ് ക്ലാസ് വെച്ചു. ഇപ്പൊ ഞാൻ ഡയറക്ടറാണ്, നേരത്തെ നടനായിരുന്നു. അപ്പോ ലാലേട്ടനെ നശിപ്പിക്കുന്നത് ലാലേട്ടൻ സ്വയം നശിക്കുകയാണോ
ചുറ്റുമുള്ളവരെ ലാലട്ടെ നശിപ്പിക്കുന്നതാണ്. സ്വയം കുത്തി മരിക്കുന്നത്. എന്തായാലും ബാറോസ് സിനിമയുടെ എന്താണ് മണ്ടത്തരമാണോ നല്ലതാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഭയങ്കര റിക്വസ്റ്റാണ് പോകുന്നത്, കുട്ടികൾ മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് മുതിർന്നവർ കണ്ടാൽ എന്താ കുഴപ്പം? കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പൊ മുതിർന്നവർ കണ്ടപ്പോൾ ലാലറ്റ് ഫാൻസൊക്കെ എന്ത് ചെയ്യും? ആർക്കറിയാം. പക്ഷെ ഇതിന് ഫാൻ ഷോ ഒക്കെ ഉണ്ടാവുമോ? എന്നാൽ ഇതും പൊട്ടിക്കും പടം. കുട്ടികൾ കാണുന്ന മുമ്പേ പടം പൊട്ടും. അല്ലു അർജുൻ്റെ സിനിമക്കകത്ത് അല്ലു അർജുൻ്റെ പുഷ്പ ഇറങ്ങിയപ്പോഴേക്കും ഒരു ഫാൻ അവിടെ മരിച്ചല്ലോ, ഇത് പ്രീമിയർ ഷോ നടത്തിയപ്പോഴേക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, അപ്പം തന്നെ ജാമ്യം കൊടുക്കുന്നു. പോലെ ഭാരത് മാതാക്കി അതുപോട്ടെ. അപ്പോൾ അതൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്തായാലും ലാലേട്ടൻ്റെ ഈ പടം ഇറങ്ങുമ്പോഴേക്കും ആരെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലാലേട്ടൻ എല്ലാം പിടിക്കുന്ന ആളാണ്. ലാലേട്ടൻ ഇത് കണ്ടിട്ട് ഇപ്പോൾ സഹിച്ചിട്ടുണ്ടാവില്ല, പാവം വിഷമത്തിലായിട്ടുണ്ടാവും. ഇന്ന് വരെ ഒരു മനുഷ്യ കുഞ്ഞ് പോലും, ഒരു പട്ടിക്കുറുക്കനും ലാലേട്ടൻ്റെ ഒരു പടം ഇപ്പോൾ മരിച്ചിട്ടില്ല. മനസ്സിലായി? എവിടെ അത് സ്വയം കുത്തി മരിച്ച സ്വയം കുത്തി മരിച്ചായിരിക്കും ഈ പടമൊക്കെ കാണണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പോലെ ആയിരിക്കും. അത് നമ്മൾ കണക്കിലെടുക്കില്ല. ഞാൻ പറഞ്ഞത് സിനിമ കാണാനുള്ള തിക്കും തിരക്കിനും ഇടയിൽ. എവിടെ? ഇവിടെയോ? ആണോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഓ, അങ്ങനെയാണെങ്കിൽ ആരേട്ടം കൊള്ളാം. ആർക്കറിയാം, ആരെങ്കിലും ചവിട്ടി കൊന്നായിരിക്കും, വേറെ വല്ല കേസൊക്കെ ആയിരിക്കും. എന്നിട്ട് പിന്നെ ഇതൊക്കെ ആവാക്കി മാറ്റിയതൊക്കെ ആയിരിക്കും. അല്ലാതെ പിന്നെ മോഹൻലാലിൻ്റെ സിനിമ കാണാനായിട്ട് ഇവിടെ ആള് കൂടി ചാകുകയല്ലേ. താനിതെന്തേ പറയണത്? എനിക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ, അത് ഇച്ചിരി കൂടിപ്പോയേട്ടാ. മോഹൻലാലിൻ്റെ നരസിംഹം കാണാനായിട്ട് ആൾ കൂടിയിട്ട് ആൾ ചത്തത്. ശരിയെന്നാ, അത് വെറുതെ കഥ, അത് തള്ളാണ്. അത് ഇവർ അടിച്ചിറക്കിയൊരു കഥയാണ്, ആൻ്റണിയുടെ കഥയത്. മനസ്സിലാവോ? ഈ കഥ ഇവിടെ എടുക്കൂല കേട്ടോ. ആൻ്റണി അതല്ലടാ, ഇതിനകത്തെ നമ്മളിപ്പോൾ ഒരു മോഹൻലാൽ ഒരു സിനിമ എടുക്കുന്നു, ഡയറക്ഷൻ, പിന്നെ മോഹൻലാൽ അഭിനയിക്കാതിരിക്കത്തില്ല, കംപ്ലീറ്റ് എടുക്കുന്നതുകൊണ്ട് ആക്ടിങ് വിട്ട് കളിക്കത്തില്ല. ഡയറക്റ്റ് ചെയ്താലും ആക്ട് ചെയ്യണമല്ലോ. മോഹൻലാലല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് ഡയറക്ടർ ആവണമെങ്കിൽ ഒരു സാധനം പറയാം. ഒരു കംപ്ലീറ്റ് ഡയറക്ടർ ആവണമെങ്കിൽ അയാൾ സ്വന്തമായിട്ടും കൂടി ഡയറക്റ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആക്ടറും കൂടിയാണല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് ആക്ടും ചെയ്ത് സ്വന്തമായിട്ടും ഡയറക്റ്റും ചെയ്യണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡയറക്ടർ ആവില്ല, ആക്ടറും ആവില്ല. ഏത്? മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഈ പടത്തിൽ പുള്ളി ഡയറക്റ്റും ചെയ്യുന്നുണ്ട്, ആക്ടും ചെയ്യുന്നുണ്ട്, പുള്ളി പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, പുള്ളി തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്, പുള്ളി ഓടുന്നുണ്ട്, വിഗ് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അനേകം ആയിരക്കണക്കിന് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ഞങ്ങളുടെ ലാലേട്ടൻ എടാ, ഇതിനകത്ത് രസം എന്നറിയോ? ഇപ്പൊ ഒരു ആക്ടർ അങ്ങ് ഡയറക്റ്റ് ചെയ്യുവാന്ന് വിചാരിക്കുക, അപ്പം അയാൾക്ക് അങ്ങ് ഡയറക്റ്റ് ചെയ്താൽ പോരാ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് പടം എടുക്കുമ്പോൾ അതിനകത്ത് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് ഉണ്ട്, പലയിടത്തും വന്നു പോകുന്നൊക്കെ ഉണ്ട്. നായകനായിട്ടൊന്നും വരത്തില്ലായിരിക്കും. എല്ലാം വേണ്ട ടാരന്റീനോ, പുള്ളി പക്ഷേ ഡയറക്ടറല്ലേ കുറച്ചുകൂടി ആക്ടറേക്കാള്. അതാരാ? മറ്റേ നമ്മുടെ ഓൾഡ് മറ്റേ ഹൊറർ സാധനം ചെയ്യുന്ന ആള്, മറ്റേ പേര് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും അവിടെ പോട്ടെ. എന്താ പറഞ്ഞത്? താരന്തോളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ഉടനെ നമ്മൾ ഇത്ര വിചാരിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ സംഭവമൊക്കെ വരുമ്പോൾ ഓക്കെ, മോഹൻലാൽ ഡയറക്ടറായിട്ടിരിക്കുന്നു, ആക്ടറായിട്ട് പോയിട്ട് ആക്ട് ചെയ്യുന്നു. ഓ, വിസ്മയം, ഭയങ്കര വിസ്മയം, ഇന്ത്യയിലുണ്ടോ ഇങ്ങനെ ഒരു വിസ്മയം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഇതുപോലത്തെ ഈ പൊട്ടന്മാരുണ്ട് ഇവിടുത്തെ. അവന്മാർ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. പിന്നെയാണ് ഇപ്പോഴാണ് മറ്റേത് വന്നത്, മോഹൻലാൽ അപ്പുറത്ത് നിന്ന് പാട്ട് പാടുന്നു. സിനിമയല്ല, ഇസബെല, പാവം ചെക്കൻ അപ്പുറത്ത് സൂപ്പറായിട്ടാ, സൂപ്പറാ. കഷ്ടമുണ്ട് അത് കേട്ടിട്ട്. ഇസബെല കീടിലെ പാട്ടാന്നാ പറഞ്ഞേക്കുന്നത്. ഞാനൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. അതിന് കമന്റ് വന്നിട്ടുണ്ട്, നശിപ്പിച്ച് കൂടുതൽ നശിപ്പിച്ചെന്ന്. ട്രെയിലറോ നശിപ്പിച്ച്. അത് കഴിഞ്ഞപ്പോ തോണ്ടറോ കിടക്കുന്നു ഒരു പാട്ട്. നീ പടമൊക്കെ കാണാൻ പോണോടേ?
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പരിപാടി ഇപ്പൊ തന്നെ ഇത് ഇറക്കാതിരുന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ സ്നേഹത്തിൻ്റെ പേരിൽ എനിക്ക് തന്നായിട്ടൊരു പ്രശ്നമുള്ള കാര്യം പറഞ്ഞേക്കാലോ. വ്യക്തിപരമായിട്ട് എനിക്ക് ഞാനിതായിരുന്നു തമ്മിൽ യാതൊരു പ്രശ്നമില്ല, മനസ്സിലായോ? പിന്നെ നമ്മൾ കമ്പനിക്കാരൊക്കെ ആയിട്ട് ചെറിയ ഇങ്ങനത്തെ അലമ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് ഞാൻ കാര്യമാക്കണമില്ല, പോട്ടെ എന്തെങ്കിലും അവിടെ. പക്ഷേ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഈ കേരളത്തിൻ്റെ ഒരു മോഹൻലാലേ ഉള്ളൂ, ഒറ്റ ലാലേട്ടനല്ലേ ഉള്ളൂ. അതിൻ്റെ പേര് പറയാനാ ഈ സാധനം വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിക്കോ. പുറത്തോട്ടെങ്ങാനും ഇറങ്ങിയിട്ട് ഈ സാധനം മറ്റേതായി പോയിട്ടുണ്ടെങ്കിൽ പണി പാളോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ സ്നേഹത്തിൻ്റെ പേര് പറയണത്, അല്ലാണ്ട് എനിക്ക് വേറെ വ്യക്തിപരമായിട്ട് യാതൊരു ചെകുത്താനായിട്ട് എനിക്ക് ബന്ധമില്ല, മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. ഇത് കേക്ക്. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് നശിപ്പിച്ചെന്ന് ഏകദേശം ആദ്യത്തെ സാധനം കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഇടയ്ക്ക് ഓരോ സംഭവങ്ങൾ നടന്നു. സ്ക്രിപ്റ്റ് തിരുത്തുക, സ്ക്രിപ്റ്റ് റൈറ്റർ പിണങ്ങി പോകുന്നു, ആരണ്ടൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും പോരാത്തതിന് ദാണ്ട കിടക്കുന്ന ഒരെണ്ണം കൂടെ. ഇനിയും വല്ലതൊക്കെ ചെയ്താണ്ടല്ലോ. ഇനിയൊന്നും ചെയ്തില്ലായിരിക്കും അല്ലേ? ഈ 25-ാം തീയതി റിലീസാവുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാണിക്കൂടെ? ഇയാളെ അങ്ങനത്തെ ആളാ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഏറി കയറലാണ് മെയിൻ നടൻ്റെ പരിപാടി. രാജാവാന്നാ പറയുന്നത്. അതെന്താന്ന് അറിയത്തില്ല. ഏറിലെ രാജാവ്. അല്ല, ഒന്ന് ആലോചിക്കുക, ഈ ഫാൻസുകാരുടെ അവസ്ഥ എന്ന് ഓർത്തു. മോഹൻലാലിനെ ആരാധിച്ച് മോഹൻലാലിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് പാല് ഒഴിച്ച് നാട്ടുകാരെ മൊത്തം തെറിയും വിളിച്ച് നടന്ന കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഒരു 2015 കാലഘട്ടം തൊട്ട് ഒരു 2018 വരെയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? കൊറോണയോടുകൂടി അത് തീർന്നു. കൊറോണ മരിച്ചുപോയി കുറേ പേര്. കൊറോണ വന്നപ്പോൾ കുറേ പേര് മരിച്ചുപോയെന്ന് മോഹൻലാലിന്റെ ഫാൻസ്. കാരണം എന്നാ, വിളക്കും കത്തിച്ച് കൈ കൊണ്ടിരിക്കുവാന്ന്, മാസ്കും വെച്ചില്ല, സാനിറ്റൈസറും ഇല്ല, വാക്സിനും എടുത്തില്ല. എങ്ങനെയാവായിരിക്കും? ഒടിയനില്ല തുടങ്ങുന്നത്. പക്ഷെ എന്നാലും ഇവിടെ ഫാൻസിന്റെ എണ്ണം കുറഞ്ഞത് കൊറോണ വന്നപ്പോഴാണ്. ഇതുപോലെ കൊറോണ മരിച്ചുപോയി. അങ്ങനെ എന്തോ പറഞ്ഞു വന്നത് തെറ്റിപ്പോയില്ല ഭണ്ഡാരം. അത് വിട്ടുപോയി. എങ്ങോട്ടോ പോയി, എന്തോ പോയി. എന്തോ പോക്കാറോ പോയത്. എന്നാലും ഈ പറഞ്ഞ പുള്ളി ഫാൻസുകാർ എന്താണെന്നറിയോ, ഇവർക്ക് കുറേ കൊല്ലങ്ങളായിട്ട് മോഹൻലാലിനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് സിനിമകൾ കിട്ടി. എന്തിനധികം പറയുന്നു, ബാക്കി ഇവിടെയുള്ള മറ്റു നടന്മാരുടെ സിനിമകൾ, ഇന്ദ്രൻസ്, സുജാജ് വെഞ്ഞാറമ്മൂട്, അല്ലല്ലോ ഈ പറഞ്ഞ പോലെ വേറെ ആരാ, ഇപ്പൊ വിനയ് ഫോർട്ട്, പിന്നെ കുറച്ച് പിള്ളേർ സെറ്റ്, ഷൈനികവും പാർട്ടീസും എല്ലാം ഭയങ്കര ഹിറ്റുകൾ കൊടുക്കുക. സൗബിന് എന്തുവാടെ പെപ്പെ എന്നൊക്കെ പറഞ്ഞ് പെപ്പയൊക്കെ വന്ന് തകർക്കുക. അവർക്കൊക്കെ ഫാൻസ് ഉണ്ടോ? പിന്നെ ഇവൻ നമ്മുടെ ഫഹദ് ഫാസില്, ദുൽഖറിന് പിന്നെ ഇടയ്ക്ക് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. വിനീത് ശ്രീനിവാസൻ പോട്ടെ, വിനീത് ശ്രീനിവാസൻ മോഹൻലാലിന് പഠിക്കുന്നുണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ആയിപ്പോയത്. വിനീത് ശ്രീനിവാസൻ മോഹൻലാലിനൊന്നും അല്ല പഠിക്കണത്. വിനീത് ശ്രീനിവാസൻ ആർക്കാ പഠിക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അവനാദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നം. അവനാദ്യം ആ ചെന്നൈയിൽ നിന്ന് അവൻ്റെ കുണ്ടി പൊക്കിയാലാണ് ബാക്കി പരിപാടി എടുക്കുള്ളൂ. അവൻ്റെ എല്ലാ പരിപാടിയും ചെന്നൈയിലിരിക്കണത്. ഇവ ചെന്നൈയിൽ എങ്ങനെയാണോ പറ്റത്? എന്ത് പറഞ്ഞാലും അപ്പത്തെ ചെന്നൈ ട്രെയിൻ, നെഞ്ചുക്കൾ പെയ്തിടും മാമഴ, തമിഴ് സാധനമൊക്കെ പിടിച്ചിട്ടെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഫാൻസിന് എന്തുണ്ട് ഒരു സിനിമ കാണാൻ വരാൻ? എല്ലാ പടവും നേരത്തെ പൊട്ടി. ഒരു ഫാൻസ് പറഞ്ഞ അനുഭവമുണ്ട്, ഞാൻ പറയട്ടെ. ഇതൊരു വെറും ഒരു ഫാനല്ല, പുള്ളി ഇവരുടെ സംഘടനയുടെ ഒരു പ്രതിനിധിയാണ്. അങ്ങോട്ടത്ത് എത്തുന്നില്ല, ഒരു പ്രതിനിധിയാണ് പുള്ളി. അത്ര മനസ്സിലാക്കിയാൽ മതിയല്ലോ. പുള്ളി പറയാണ്, എന്നെ കണ്ടാ അറിയാലോ ചെകുത്താൻ്റെ ഫ്രണ്ടാന്നുള്ളത്. അയാൾ ലാലേട്ടൻ്റെ അത്ര ആരാധകനെന്ന രീതിയിൽ കണ്ടാ തിരിച്ചറിയത്തില്ല. എന്നെ അറിയാം. കണ്ടാ അറിയില്ല, കൊണ്ടാലോ സ്പർശിച്ചു നോക്കിയാലും മനസ്സിലോ ചിരണ്ടണം. നേരത്തെ അറിയാം, എന്നെ നേരത്തെ അറിയാവുന്ന ഒരാളാ. അങ്ങനെ മതിയോ? അപ്പോൾ അയാൾ പറയാണ്, കുറേ സംസാരിച്ചതിന് ശേഷം പറയണം, ചെകുത്താനോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഞാനെന്താ ചെകുത്താനൊക്കെ പറയണ മോഹൻലാൽ നല്ലതിനല്ലേ. ഇങ്ങനെ ഒരാളെ വിമർശിക്കുമ്പോൾ അയാൾ നേരാവും. നമുക്കൊന്ന് ആഘോഷിക്കും, ഒരു സിനിമയെങ്കിലും വേണ്ട മോനെ. മടുത്തു ലാലേട്ടനെ ആരാധകനായിട്ട് വിടുകാൻ പോവാന്ന്. മടുത്ത് ഒരു സിനിമ പോലും ലാലേട്ടൻ കൊടുക്കുന്നില്ല. ആകെ കുറച്ച് തന്നത് നേരെന്ന സിനിമയാണ്.
എന്നിട്ട് പറയാണ് അശ്വന്ത് കോക്കിനെ 2 തെറി, എന്നിട്ട് പറയാ ചെകുത്താൻ ഇവരെ നേരുന്ന സിനിമ ഇഷ്ടപ്പെട്ടു പുള്ളി പറഞ്ഞ്. തനിക്ക് ഇഷ്ടപ്പെട്ടോ നേര്? എന്താ പറഞ്ഞ്? അപ്പം ഞാനില്ലേ വേറെ ബാറസിൻ്റെ കാര്യം പറയാം. ബാറസിൽ മറ്റേ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഫ്രെയിം ബ്രേക്ക് 3D ആണെന്ന് പറയുന്നുണ്ട്. ഈ ഫ്രെയിം ബ്രേക്ക് 3D എന്ന് പറഞ്ഞാൽ കുറേ പേര് ഇപ്പം തള്ളാൻ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. കുറേ വ്ളോഗേഴ്സ് മറ്റേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് ആൾ ഇപ്പോഴേ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഫ്രെയിം 3D എന്ന് പറഞ്ഞാൽ നിൻ്റെ വിചാരം എന്താ, അതെന്താ നിനക്കറിയാവോ? അതൊക്കെ ഹോളിവുഡ് സിനിമ കാണണം, പുരോഗമനം വേണം. എന്നിട്ട് അപ്പുറത്ത് അവതാറിൻ്റെ മറ്റേ സാധനം കാണിക്കുക. അവതാറിൻ്റെ സാധനം കണ്ടു. അവതാറിൽ ചെറിയ എവിടെയോ 1-2 സ്ഥലത്ത് മാത്രമേ അവർ ഈ ഫ്രെയിം വിട്ട് പോകുന്ന സാധനം കാണിച്ചുള്ളൂ. അത് അത്ര അത്യാവശ്യമുള്ള ഉണ്ടോ? ഈ ബാരോസിൻ്റെ ട്രെയിലർ മുഴുവൻ മുഴുവനായിട്ട് ഓരോ സാധനം പുറത്തു. ഭയങ്കര ബോറാ അത് കാണുമ്പോൾ. ട്രെയിലർ ഓക്കെ പോട്ടെ, സിനിമയെങ്കിലും അങ്ങനെ ആവാതിരുന്നാ നന്നായി. 3D കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയാം. ഞാൻ എന്തായാലും ബാറസ് പോയി കാണും കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് സിനിമ. എനിക്ക് ബാറസ് സിനിമ ഞാൻ എക്സ്പെക്ട് ചെയ്യും കാണാൻ പോകാൻ. ഞാൻ ചെറുതായി കാണുന്നൊന്നുമില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കണ്ട ഇവന്മാരുടെ വർത്താനം വിട്ടിട്ട് ഞാൻ സിനിമ കാണാതിരിക്കത്തൊന്നുമില്ല, ഞാൻ പോയി കാണും. അല്ലേ? അപ്പൊ അങ്ങനെ അത്രയാണ്. ബാക്കി ചെയ്താൻ പറയട്ടെ, അല്ലെങ്കിൽ എന്നെ പൂക്കും. ഇതിപ്പോ ഉണ്ടല്ലോ കുറെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടേ ഇതിനകത്ത് ട്രെയിലർ വന്നപ്പോൾ വ്ളോഗർമാർ ഏറ്റെടുത്തിട്ട് അവന്മാരിങ്ങനെ കുറെ എണ്ണ ഈ മറ്റേ പൊക്കിപ്പറഞ്ഞ് മാത്രം ജീവിക്കാനുള്ള നിവർത്തികളുള്ള ആൾക്കാരുണ്ടാ. അവന്മാരെന്ന് വെച്ചാൽ അവന്മാർക്ക് അഭിപ്രായമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവർക്ക് ഇപ്പോഴും ആരാധകരൊക്കെ അതെ അതെ എന്ന് പറഞ്ഞതുപോലെ അതുമല്ല ഇങ്ങനെ പൊക്കി പറഞ്ഞേ പറ്റത്തുള്ളൂ. പറ്റത്തുള്ളൂ. അതുമല്ല വേറെ കാര്യമുണ്ട്, ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും. ഇവന്മാർക്ക് എങ്ങനെ അറിയാനാടാ ഈ യൂട്യൂബും കൊണ്ടിരിക്കുന്ന ഈ കൂറകളെന്ന് പറഞ്ഞത് കൂടുതലെണ്ണോ യൂട്യൂബിൽ നിന്ന് എന്തോ വരുമാനം കിട്ടുന്നത് കേട്ടപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയ ആൾക്കാരാ. മനസ്സിലായോ? അല്ലാതെ ഇവരൊന്നും ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളവരല്ലെന്ന് ഇവരുടെയൊക്കെ നാട്ടിൽ ചെന്നാൽ അറിയാം. മനസ്സിലായോ? അല്ല, നാട്ടിൽ ചെന്നാൽ കൃത്യമായിട്ട് അറിയാം ഇവന്മാരുടെ പരിപാടി കണ്ടാ അറിയാം ഇവന്മാർ ആരൊക്കെയാണ് ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുള്ളതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒന്നും കുറേ ആണ് റവന്യൂ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വന്ന് എന്തൊക്കെയോ പറയുന്നേ കാണുന്നത്. ഉടനെ വന്നിരുന്ന് പണിയെടുക്കുക. മനസ്സിലായി? ഭയങ്കര പണിയെടുപ്പാ ഇവരുടെ പണി കാണുമ്പോഴും അറിയാം. അതായത് പണിക്കൊരു ഫോർമാറ്റ് ഉണ്ട്. പുള്ളി വന്നിട്ട് മറ്റേ ലൈറ്റ് ചെയ്യും, ക്യാമറ വെക്കും, ഒരുങ്ങിയിരിക്കും, എന്നിട്ട് പിന്നെ റിസ്ക്കും ഇല്ല. അവർക്ക് റിസ്ക് ഉണ്ടാകത്തില്ലല്ലോ, അവർ പൊക്കിപ്പറച്ചിലല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തൊഴിലെടുക്കാൻ വന്നവരുടെ കാര്യം ഈ കാണുന്നേ. ഇവന്മാർ പറയുന്നതൊന്നും ആരും കേൾക്കേണ്ട ആവശ്യമൊന്നും. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ മണ്ടന്മാർ വേറെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇവർക്ക് വ്യൂവേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഉള്ളവന്മാർ പോയി കണ്ടിട്ടാണ് ഈ കിടന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ആൾക്കാർ, എനിക്കറിയാവുന്ന ഒറ്റ മനുഷ്യൻ, നമുക്ക് നേരിട്ട് ഒത്തിരി പേരെ പരിചയമുണ്ട്, ആരും ഇവര് പറയുന്ന കാര്യങ്ങൾ പറയുന്നില്ല. തന്നെ കുറിച്ചുള്ള ഇവര് പരാതി എന്താ? താൻ സിനിമ കാണാതെ റിവ്യൂ പറയുന്നു. അപ്പൊ ഇവര് ചെയ്യുന്ന എന്താ? ഇവര് സിനിമ കണ്ടോ? ഇവര് സിനിമയെ കണ്ടിട്ടില്ല, ആ കണ്ടിരിക്കുന്ന ട്രെയിലർ. എന്നിട്ട് പറയണം കുറച്ച് കിട്ടിലും പോണായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. ഇറങ്ങിയിട്ടുമില്ല. ഇത് സിനിമ ഇറങ്ങിയിട്ടും കുറച്ച് 2 ദിവസം കഴിഞ്ഞ താൻ പറയണ എനിക്ക് തോന്നുന്നത്. അല്ല, അന്നും പറയാറുണ്ട്, ചിലപ്പോ അന്നും പറയാറുണ്ടാവും. സിനിമ കാണാതെ ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഈ പടം കാണേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ഇത്രയും പേര് കണ്ടിട്ട് പറഞ്ഞതും കേട്ടു. നേരത്തെ തന്നെ ട്രെയിലർ കണ്ടു, അപ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ് അടിച്ചു. പിന്നെ അതേണ്ട നമ്മൾ പോയി കണ്ടിട്ട് എന്തിനാ പറയുന്നത്? ഇപ്പം തീട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തിന്നു നോക്കിയിട്ടാണ് അറിയുന്നത്. എല്ലാം മണത്തും തിന്നു എല്ലാം നക്കിയൊക്കെ നോക്കണമെന്ന് ഇവർ പറയുന്നത്. പറ്റിയ നെറ്റിക്ക് ഇങ്ങനെ ഒട്ടിച്ച് ഒരു ദിവസം വെച്ചേക്കണമെന്ന്. അത് തീട്ടമാണെന്ന് കൺഫേം ചെയ്യാൻ. ഉണങ്ങി കഴിയുമ്പോഴല്ലേ കൃത്യം അറിയത്തുള്ളെന്ന്. അതെ, അങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇവന്മാരിപ്പോൾ ഈ പറഞ്ഞ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ അറിയത്തില്ലായിരിക്കുള്ളൂ. അവർ ഈ മോഹൻലാൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ മോഹൻലാലിൻ്റെ PR വർക്കുകാർ അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ കുറേ എണ്ണം വിശ്വസിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്തോ വലിയ നടനാണ്, ഭയങ്കര സംഭവമാണ്, മോഹൻലാലിനെല്ലാം ചെയ്യാൻ അറിയാവുന്ന ആളാണെന്നൊക്കെ, 7ാം നമ്പറാണ്, ലോകത്തിലെ 7ാം നമ്പർ നടനാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? അത് അത്രയും ഒരു വിവരവും ഇല്ലാത്തവന്മാരായിരിക്കും. സിനിമ ലോകത്ത് വേറെ ഒരു ഭാഷയിലും സിനിമയും കണ്ടു കാണത്തില്ല. മലയാളവും തമിഴും ആയിരിക്കും കൂടുതലും കണ്ടേക്കുന്നത്. ഹിന്ദി പോലും അവരെടുക്കത്തില്ല. അതെന്ന് വെച്ചാൽ മനസ്സിലാകത്തില്ല, ഭാഷ അറിയത്തില്ല. ഇവിടെ എത്ര പേർക്ക് ഹിന്ദി അറിയാവുന്നേ? ഇംഗ്ലീഷ്. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകരുണ്ടെന്ന് ഇവർക്കറിയാമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവതാറിക്കണ്ട സാധനമുണ്ട്, ഇത് കണ്ടു പുറത്ത് ചാടി. ഇവന്മാരൊന്നും ഈ പറഞ്ഞവർ പലരും അവതാർ കണ്ടേക്കുന്നത് ടി വിയിലായിരിക്കും. മനസ്സിലായി? തിയേറ്ററിലൊന്നും പോയി കണ്ടവരൊക്കെ മലയാളികൾ കുറവാണ്. ഈ ഊളകൾ എടോ നമ്മളിപ്പോൾ എവിടെയും പോയി പലതും കാണുന്നുണ്ട്. നമ്മൾ കണ്ട സിനിമയൊന്നും ഇവന്മാർ കണ്ടിട്ടുമില്ല. ആ പടം കാണാൻ വേണ്ടി ഫോർട്ട് കൊച്ചിയിലാട്ടോ കാണാൻ പോണത്. ഫോർട്ട് കൊച്ചി കാണാൻ പോയിട്ട് അവിടെ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണ്ട ഇങ്ങനെ തന്നെ നോട്ടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടുത്തെ ടിക്കറ്റ് അയച്ചവരാണ് A9 A8 സോറി A8 ഉണ്ട് A9 ഉണ്ട്. എന്നിട്ട് A10 ടിക്കറ്റിൻ്റെ അവിടെ റൗണ്ടിലൊരു ഇതിട്ടിട്ട് അയക്കടേ. A10 ഉണ്ടായിരുന്നു, എടുത്തില്ലെന്ന്. അത് ശരിക്കും എനിക്ക് അയച്ചു തന്നെ, ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ആ സാധനം. അത് ഞാൻ കണ്ടാന്ന്. ശരിയാ, ഏട്ടനുണ്ടാന്ന്, ഞാൻ എടുത്തില്ലെന്ന് ടിക്കറ്റ്. അപ്പൊ അത്രയോ ആൾക്കാര് ഞാൻ പക്ഷെ എയർപോർട്ടിലുണ്ടല്ലോ, ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നാൽ ഞാൻ പറയും ഏട്ടൻ പില്ലറിന്റെ അവിടെ നിൽക്കാൻ പറയും. അങ്ങനെ പറയും. അപ്പൊ അവര് ചിരിക്കും. ഏട്ടനോ ശരി നിന്നേക്കാന്ന് പറയും. എല്ലാവർക്കും അറിയാം. എൻ്റെ കുറെ ഫ്രണ്ട്സ് വരുന്നൊരു സ്ഥിരമായിട്ട് ഏട്ടനെ നിന്നോളൂ, നമ്മളറിയണ്ട. മെട്രോ അല്ലടാ, എയർപോർട്ടിൽ പില്ലേഴ്സ് ഇല്ലേ, ഇത് അറേവൽസിൽ പില്ലേഴ്സ് കാണത്തില്ലേ, അതുപോലെ തന്നെ ഏട്ടനിൽ തന്നെ ഇറക്കിയും പിടിഞ്ഞ. വേറൊരു കണക്ഷൻ ഇല്ല നമുക്ക്, വേറൊരു നമ്പറുമായിട്ടൊരു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലുലുമോളി പാർക്കിംഗ് കിട്ടുമ്പോൾ ഏട്ടനാണെങ്കിൽ പിന്നെ ഓർക്കണ്ട വേറൊന്നും, നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് പോയാൽ മതി. അതാണ് ഏട്ടൻ്റെ പവർ. ഏട്ടൻ. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു വരുവാന്നോ എന്തുവാന്നുള്ള ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുക ഇത്തിരി ആളുകൾക്ക്. പിന്നെ അതിനകത്ത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് പേര് അവതാർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ 3D മൂവീസ് ഇംഗ്ലീഷ് IMAX-ലൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാവും. കേരളത്തിൽ IMAX ഇല്ലാഞ്ഞുകൊണ്ട് ഒട്ടും പേടിക്കണ്ട കേട്ടോ. ഇത് പോയിട്ടുള്ളവരില്ലായിരിക്കും കേട്ടോ. കുറേ എവിടാടോ എല്ലായിടത്തും ആരാ ബാംഗ്ലൂർ പോയി IMAX കണ്ടേക്കുന്നത്. അപ്പോൾ ഇവന്മാർ അടിച്ചു വിടുന്നത് എന്തുവാ, IMAX കണ്ട സൂപ്പറാന്ന്. ഉടനെ ഇവന്മാർ IMAX-ലൊന്നും കണ്ടിട്ടില്ലാത്തവന്മാർ ഉടനെ തള്ളി കയറും അങ്ങോട്ട്. ഇല്ലാത്ത കാശും കൊടുത്ത് ഈ പൊട്ട ഫാൻസ് ഒക്കെ കൂടെ ഓടിച്ചെല്ലും. ഇല്ലില്ല, അത് പോകത്തില്ല. അതിനുള്ള അതൊന്നുമില്ലേ, അവന്മാർ ഇടിച്ചു കയറും. അതിനകത്ത് കുറച്ച് കച്ചവടം ഉണ്ടാക്കാനുള്ള പരിപാടിയായി ചെയ്തേക്കുന്നത്. 3Dക്കകത്ത് IMAX കണ്ടു കഴിഞ്ഞാൽ ചാടി പുറത്ത് വരും, അവന്റെ തലയെ കൂടെ ഓടും എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ കേട്ട വിശ്വസിക്കും. നീ പോടെ ഇന്റർസ്റ്റെല്ലാർ കാണാൻ പൊക്കോ, നീ വേണേ അതുപോലത്തെ പടം വരുമ്പോ കണ്ടോ. ഇത് ഇത് അങ്ങനെ അതല്ല ഇത് ഇവന്മാർ കാണുന്ന സിനിമയല്ല ഒന്നാമത്, മനസ്സിലായോ? ഇവന്മാര് സിനിമ കാണുന്ന ആൾക്കാരല്ല. നീ ഇപ്പൊ പലതരം സിനിമയും കാണുന്നവരല്ലേ. ഇവരതല്ല, ഇവര് മോഹൻലാലിന്റെ പടമൊക്കെ കണ്ടിട്ടുള്ളൂ, പിന്നെ വല്ല വിജയ്, അങ്ങനത്തെ ഒരു ലൊടുക്ക് പരിപാടിയുണ്ട്. ഇങ്ങനത്തെ കൂറപ്പടം മാത്രം കാണുന്ന ഏതെങ്കിലും തിയേറ്ററിൽ ചെന്നാലും അവിടെ ഇരുന്ന് പേപ്പർ വലിച്ചെറിയണം, അലറണം, കൂവണം, കച്ചറ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. അവന്മാര് വേറെ ലോകത്തുള്ള ഒരു പടവും കാണത്തില്ല. ഇത്തിരി കൂറപ്പടം വരുമ്പോൾ മാത്രമേ ഇവർ കൈയടിക്കാൻ കയറാറുള്ളൂ, മനസ്സിലായോ? അതുപോലത്തെ കുറെ പാർട്ടീസ് ഉണ്ട്. അവന്മാരെ ഒന്ന് നൈസായിട്ടൊന്ന് ഇപ്പോൾ ഒരു തേപ്പ് കിട്ടും, അതോടെ 3Dയുടെ കാര്യത്തിൽ തീരുമാനമാവും. മിക്കവാറും 3D പടങ്ങൾക്ക് കൂടെ നാണക്കേട്, 3D വരെ നാണം കിട്ടും കേട്ടോ. ഈ പ്രാവശ്യം 3D നാണം കിടാൻ പോവാ. എടാ ഒരു 3D നാണം കിടാൻ പോവാ. മറ്റേ ഇതൊക്കെ ഇതാണ് ബോട്ടോക്സ് നാണം കെട്ടാണ് ലാസ്റ്റ് നാണക്കേട്. ഡയറക്ടർമാർ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാത്തന്നെ ഇപ്പൊ ഏത് പിള്ളേർക്കും ചെയ്യാം, ഏത് മോഹൻലാൽ വേണം ചെയ്യാം. അതെ അതെ അതെ, ബാലേന്ദ്രമേനോൻ പിന്നെ ഒതുങ്ങിയിരിക്കുക. അന്ന് അത് ചെയ്യാൻ ഞാൻ അതുകൊണ്ട് പണ്ട് ബാലേന്ദ്രമേനോൻ ഉള്ളതാണ്. അല്ലടാ പാൻ ഇന്ത്യ എന്നൊക്കെയാ പറയുന്നത്. ഇത് ഹിന്ദിയിൽ ട്രെയിലർ വന്നിട്ട് അക്ഷയ് കുമാർ നല്ലതാന്ന് പറയുന്നത്. അക്ഷയ് കുമാറൊക്കെ പിന്നെ അടിപൊളി ആൾക്കാരാണല്ലോ. ഈ ഇന്ത്യ തന്നെ അന്ന് എനിക്കറിയത്തില്ല, ആയിരിക്കത്തില്ല. പുള്ളിയുടെ പാട്ട് ഭയങ്കര മോശം, ഭയങ്കര മോശം, ഭയങ്കര. എനിക്ക് ഇയാളുടെ ഈ മറ്റേ എന്തോ കുത്തിച്ചാടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഇല്ലേ ഇയാളുടെ, മറ്റേ എന്തോ ഒരുമാതിരി വൃത്തികെട്ട ആറ്റുമണലൊന്നും അല്ലടോ, വേറെ സാധനം ഉണ്ട് ഇയാള്. എന്തോ
എന്ത് കുത്തിച്ചാടിയെന്ന് എന്താണോ കുത്തിച്ചാടി ആ അങ്ങനത്തെ പാട്ടൊക്കെ പാടി പുള്ളിയുടെ ആൾക്കാരെ ത്രില്ലടിപ്പിക്കുകയാണ് ലാലേട്ടൻ. എന്റർടൈൻ ചെയ്യുന്നതാണോ അതൊക്കെ? ഇത്രയും നല്ല പരിപാടി അവതരിപ്പിച്ചിട്ട് ഈ പരിപാടി ആസ്വദിക്കാൻ കഴിവില്ലാത്ത ഒരു വൃത്തികെട്ട സമൂഹത്തിലാണല്ലോ ലാലേട്ടൻ ജനിച്ചു പോയെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. വലിയൊരു ഈ കുത്തിച്ചാടിയതൊക്കെ ബോളിവുഡിലായിരുന്നെങ്കിൽ ലാലേട്ടന് എന്തൊക്കെ കിട്ടിയതെ. മനസ്സിലായോ? ഒരുപാട് അവാർഡുകൾ ഒന്നാം നമ്പറാണ് ലാലേട്ടൻ. അല്ലല്ല മറ്റേ ഇവനൊക്കെ ഉണ്ടല്ലോ എന്താ അവൻ്റെ പേര്, ആ മറ്റേ ജോപെഷി മറ്റവനുണ്ടല്ലോ എന്താ അവൻ്റെ പേര്, ഡിക്കാപ്രിയോ ഒക്കെ നാണം കിട്ട് മാറിയിരുന്നേ. അയ്യോ അതെ, ഡൂപ്പിൻ്റെ ആവശ്യമില്ല പുള്ളി പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത് സംവിധാനം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അഭിനയിക്കുകയും ചെയ്യുകയാണല്ലോ ഈ സിനിമയിൽ. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കുകയാണ്, അതോടൊപ്പം ഈ സിനിമ സംവിധാനം ചെയ്യുകയും കൂടിയാണ്. സംവിധാനം ചെയ്യുന്നതിനൊപ്പം തന്നെ ആണല്ലോ അത് ഞാൻ ചെയ്യുകയാണെന്ന് ഞാൻ പറയുകയാണ്. ആ ഇപ്പോൾ പുള്ളി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തന്നെ പുള്ളി അഭിനയിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാധനാലോചന. പുള്ളി സംവിധാനം ചെയ്യുന്നതിൻ്റെ ഒപ്പം പുള്ളി അഭിനയിക്കണം. നിങ്ങൾ ആ സീനൊന്ന് ആലോചിക്കുക. ഒരാൾക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുക, അതൊക്കെ ഇപ്പം പൃഥ്വിരാജിയുടെ സിനിമ എടുത്തു സംവിധാനം ചെയ്തതിൻ്റെ ഒപ്പം പുള്ളി ചെറിയൊരു വേഷമല്ലേ പൃഥ്വിരാജ് നായകനായിട്ട് ചെയ്തില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് പൃഥ്വിരാജ് ഒരു പടം എടുത്തു, ലൂസിഫർ എന്ന് പറഞ്ഞൊരു പടം എടുത്തു. അല്ല ലൂസിഫർ എന്നല്ല സിനിമയുടെ ഒരു മോഹൻലാൽ. അതിനകത്ത് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് സംവിധാനം ചെയ്തതിൻ്റെ ഒപ്പം തന്നെ പൃഥ്വിരാജ് അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല ചെയ്യുന്നത്. മോഹൻലാൽ ഈ സൈഡ് റോളല്ല, അഭിനയിക്കുന്ന കംപ്ലീറ്റ് ആക്ടറാണല്ലോ പുള്ളി അടിസ്ഥാനപരമായിട്ട് പുള്ളി ആക്ടറാണല്ലോ, പുള്ളി കംപ്ലീറ്റ് ആക്ടറാണ്. അപ്പം പുള്ളി ഈ അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് പുള്ളി അഭിനയിക്കാൻ പറ്റും പുള്ളിക്ക്, മനസ്സിലായോ? എന്നിട്ട് പുള്ളി ആ ഡയറക്റ്റ് ചെയ്യാൻ അഭിനയിപ്പിക്കുന്ന ആ ഡയറക്ടറില്ലേ, അതുകൊണ്ട് പുള്ളിനെ തന്നെ അഭിനയിപ്പിക്കാനും പറ്റും. അതെങ്ങനെയുണ്ട്? അതുല്യനായ ഒരു കലാകാരനാണ്, വലിയൊരു മിടുക്കനാ. അത് ഭയങ്കരമായിരിക്കുമോ? താനൊന്ന് ആലോചിക്കുക. അതായത് അഭിനയിക്കുന്നതായിട്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും, മനസ്സിലായോ? അതേസമയം പുള്ളിക്ക് ഡയറക്ടറായിട്ടും അഭിനയിക്കാൻ പറ്റും. ഒന്ന് ആലോചിക്കുക. സംസ്കൃതി വാർത്താ എന്താ മാ ബലേഷു കഥാചനം. ഓക്കെ, അപ്പൊ അങ്ങനെ പുള്ളിയെ പോലെ ആർക്കും പറ്റില്ലല്ലോ. അതാ അതെ ലേട്ടൻ ഡയറക്ടറായിട്ട് അഭിനയിക്കുകയായിരുന്നു. അവിടെ ഇതുപോലത്തെ സാധനം കണ്ടായിരുന്നു, കുറെ ക്ലിപ്പുകൾ അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട്. ഇടയ്ക്ക് ക്യാമറമാനായിട്ട് വേണ്ടോ? ആ ശരിയാ, ഡയറക്ടർ ആണോ? ഞാൻ ലാലേട്ടർ പോലെ ഇരിക്കുന്നു. എല്ലാം മേക്ക് ബിലീഫ് അല്ല മോനെ. എന്തിനാണ് മോനെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തേക്കില്ല മോനെ. അത് ഭയങ്കര അഭിനയമായിരുന്നു. അപ്പോ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടായിരുന്നു. അത് ശരിയാണ്, മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വിട്ടേക്കുന്നത് മേക്ക് ബിലീഫിന് വേണ്ടിട്ട്. ആ സാധനം എങ്ങനെ പുറത്തു വരുന്നാടാ? എനിക്കറിയത്തില്ല, ഏതാണ്ടൊക്കെ പറയുന്നടാ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോ പനി പിടിച്ച ഒരാള് കേരളത്തില്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നേ? പിന്നെ ഇത് ഹോസ്പിറ്റലുകാർ പുറത്ത് വിട്ടെന്ന് അറിഞ്ഞിരുന്നേ വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിലും കേസാവും. അത് ഒരു പരാതിയില്ലെന്ന്. ഇത് ഇവർക്ക് ആർക്കാണ് മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തത്? എനിക്ക് എന്തിനായിരിക്കും മെഡിക്കൽ റിപ്പോർട്ട് മോഹൻലാലിന്? ഡിസ്ചാർജ് സമ്മറി എന്തോ ആയിരിക്കും അത്. അതെടുത്ത് ആരാ ഫോട്ടോ എടുക്കുന്ന അവിടെ നിന്ന്? എനിക്ക് തോന്നേ ചിലപ്പോ വല്ല ഫാൻസുകാർ വല്ലതും ആയിരിക്കും. എന്നറിയാം. ഓ അങ്ങനെ. പിന്നെ പറഞ്ഞു ഭാര്യയ്ക്ക് വയ്യെന്ന്, മനസ്സിലായോ?
എന്റെ ഭാര്യക്ക് വയ്യ, ഭാര്യയുടെ നാത്തൂന് വയ്യ, അങ്ങനെ പല വയ്യായികള്. ഇതുപോലെ വയ്യ. ഒരു നടനും ഇങ്ങനെ പനി പിടിച്ച് കിടന്നിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല കേരളത്തില്. അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നാണം കിട്ടും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയ ഒരേട് നടൻ. എന്നാ സാധനമാണ് ഇത്? എനിക്ക് പനിയാന്ന്. ഇന്ന് ഞാൻ വരുന്നില്ല. ഇപ്പൊ എടാ സ്കൂളില് എന്തെങ്കിലും ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് അതാണല്ലോ അമ്മ വലിയ പ്രശ്നം നടക്കുക. അപ്പൊ പറയുക കുഞ്ഞും വാവ വന്നിട്ട് പറയാ, മോൻ വന്നിട്ട് പറയാ എനിക്ക് പനിയാ, ഞാൻ വരത്തില്ലെന്നാ. അയ്യോ എന്നാ അവസ്ഥയാണ്. അതാ സംഭവിച്ചത്. ഏതോ ഒരു ചെറിയ പ്രായത്തിലാണോ ബുദ്ധി വികസനം നിർത്തിയത്, നിന്നത് എവിടെയോ നിന്ന പോലെ. മനസ്സിലായിട്ടില്ല. ഇത് പുള്ളി ശരിക്കും പറഞ്ഞ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ പുള്ളി മറ്റേ അമ്മയുടെ പരിപാടി നടക്കുകയാണല്ലോ, ഷോ. അപ്പോൾ അമ്മയുടെ പരിപാടിക്ക് അതിന് വേണ്ടിയിട്ട് പുള്ളി പനിയും വേണ്ട ഒരു കോപ്പും വേണ്ട പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിൻ്റെ വാക്കിൽ വില കൽപ്പിക്കാതെ പുള്ളി ഇറങ്ങി വന്ന് ഇവിടെ വന്ന് പുള്ളി സാക്രിഫൈസ് ചെയ്താണ്. മനസ്സിലായോ? അമ്മയുടെ പരിപാടിക്ക്. അതെ.